അനുരാധ എന്നുകൂടി അറിയപ്പെടുന്ന ജ്യോതിശാസ്ത്രത്തിലെ 17ാമത്തെ നക്ഷത്രമായ അനിഴം നക്ഷത്രത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. 4 ഒറ്റ നക്ഷത്രങ്ങൾ ചേർന്ന് ഒരു രത്നത്തിൻ്റെ ആകൃതിയിലുള്ളതാണ് അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രക്കാരെക്കുറിച്ച് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഇവർ ശുദ്ധഗതിക്കാരാണ്. അനിഴം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീയോ പുരുഷനോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. വീഡിയോ പൂർണ്ണമായും കണ്ടു നോക്കൂ, വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഏത് പ്രയാസമേറിയ സാഹചര്യമായാലും വളരെ അടുക്കും ചിട്ടയുമായിട്ട് മാത്രം അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ട്. ഏതൊരു വലിയ പ്രതിസന്ധിയുമായിക്കൊള്ളട്ടെ, ഇവർ അതിനെ വളരെ സൗമ്യമായിട്ട് മാത്രമേ നേരിടുകയുള്ളൂ. ബിസിനസ്സിലാണെങ്കിലും ആയിക്കൊള്ളട്ടെ, ജോലിയിലായിക്കൊള്ളട്ടെ, കൃത്യനിഷ്ഠയോടുകൂടി മാത്രമേ ഇവർ അത് നിർവഹിക്കുകയുള്ളൂ. തങ്ങളുടെ കടമയൊക്കെ വളരെ ഭംഗിയായിട്ടാണ് ഇക്കൂട്ടർ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, മറ്റുള്ളവരിൽ നിന്നുള്ള പ്രശംസകളൊക്കെ ധാരാളമായിട്ട് ഇവർക്ക് ലഭിക്കും. പക്ഷേ ഇവരുടെ പ്രവൃത്തിയുടെ ഫലമൊന്നും ഈ അനിഴം നക്ഷത്രക്കാരങ്ങനെ അനുഭവിക്കണമായിട്ട് പൊതുവെ കാണാറില്ല. മാത്രമല്ല, തൊഴിൽ സംബന്ധമായിട്ടൊക്കെ അന്യദേശവാസത്തിനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്കുണ്ട്. ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഇക്കൂട്ടർക്ക് വിശപ്പും ദാഹവും സഹിക്കാനുള്ളൊരു കഴിവ് വളരെ കുറവായിരിക്കും. ചെറുപ്പത്തിൽ തന്നെ സമ്പാദിക്കാനുള്ളൊരു ശീലമുണ്ട്. സാമ്പത്തികം വളരെ ഗൗരവത്തോടു കൂടിയാണ് അനിഴം നക്ഷത്രക്കാരെപ്പോഴും കൈകാര്യം ചെയ്യാറുള്ളത്. ഇനി മാത്രമല്ല, ഇവരുടെ മനസ്സിൽ ഒരു കാര്യം ഇവർക്ക് ഇരിക്കില്ല. എന്തുണ്ടെങ്കിലും അത് തുറന്നു പറയുന്ന ഒരു സ്വഭാവമുണ്ട്. മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി തന്നെ ഉള്ളതുപോലെ കാര്യങ്ങൾ തുറന്നടിച്ച് പറയും. ഇതുവഴി മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കുന്നു, അവർക്ക് തങ്ങളോട് നീരസം ഉണ്ടാകുന്നു ഒന്നും ഈ അനിഴം നക്ഷത്രക്കാർ ചിന്തിക്കാറില്ല. അത് പലപ്പോഴും പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലേക്കും കൊണ്ടുചെന്ന് എത്തിക്കാറുണ്ട്. ഏത് സാഹചര്യത്തിലോടും ഇവർ ഇണങ്ങി ചേരാറുണ്ട്. അത് ഇവരുടെ ഒരു പ്രത്യേക കഴിവാണ്. മാത്രമല്ല, പൂർണ്ണ മനസ്സോടു കൂടിയിട്ടായിരിക്കും ഇവർ ആരെയാണെങ്കിലും സഹായിക്കുന്നത്. ഈ സഹായിക്കാൻ കാണിക്കുന്ന ആ ഒരു പൂർണ്ണ മനസ്സ് അത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയുള്ള ഒരു സഹായമാണ്. ഇതൊക്കെ വളരെ നല്ലൊരു മനസ്സിനുടമകൾക്ക് മാത്രമുള്ള ഒരു ഗുണങ്ങളാണെന്നേ പറയാനുള്ള ഇതുള്ളൂ. മാത്രമല്ല, ഇവർക്ക് കൂട്ടുകാരൊന്നും അത്രയ്ക്ക് ഉണ്ടാവില്ല. വളരെ ചുരുങ്ങിയൊരു കൂട്ടുകാരൊക്കെ മാത്രമാണ് അനിഴം നക്ഷത്രക്കാർക്ക്, സ്ത്രീക്കായിക്കൊള്ളട്ടെ പുരുഷനായിക്കൊള്ളട്ടെ, കാണാൻ സാധിക്കുന്നത്. ഒരൽപ്പം ഗൗരവക്കാരാണ് അനിഴം നക്ഷത്രക്കാർ. മാത്രമല്ല, കുറച്ചൊക്കെ കർക്കശക്കാരാണ്. പല കാര്യങ്ങൾക്കും വളരെ കണിശതയോട് കൂടിയിട്ടാണ് ഇവർ കൈകാര്യം ചെയ്യാറുള്ളത്. വിട്ടുവീഴ്ച മനോഭാവം എന്ന് പറയുന്നത് തീരെ ഇല്ലാതെ തന്നെ പറയാം. മാത്രമല്ല, ഏറ്റവും അടുത്തുള്ളവരോട് പോലും അസൂയ എന്ന് പറയുന്ന ഒരു കാര്യം ഇവർക്ക് തോന്നും. അതിനിപ്പോൾ എത്ര അടുപ്പമുള്ളവരാണെങ്കിലും അസൂയ ഇവർക്ക് തോന്നുക തന്നെ ചെയ്യും. അത് അവരുടെ ഒരു കൂടപ്പിറപ്പ് പോലെയാണ്. കൂർമ്മ ബുദ്ധിയാണ്. അന്യൻ്റെ കാര്യത്തിലെ ഓരോന്നിനെയും ചികഞ്ഞെടുക്കാനൊക്കെയുള്ള കൂർമ്മ ബുദ്ധിയുണ്ട്. സാമർത്ഥ്യക്കാരുമാണ്. ഇനി ഇവരുടെ മറ്റൊരു പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞാൽ, ജീവിതത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള കഷ്ടപ്പാടും അതിൽ നിന്നൊക്കെ ഇവർ പാഠങ്ങൾ പഠിച്ചിട്ട് പിന്നീടുള്ള ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും അത് പ്രയോഗിക്കാറുണ്ട്. ആയത് കാരണം എന്താണ്, പല ഘട്ടത്തിലും തോറ്റുപോകേണ്ടുന്ന സന്ദർഭങ്ങളിൽ ജയിച്ചു വരും. അതൊക്കെ ഈ നക്ഷത്രത്തിൻ്റെ വളരെ നല്ല പ്രത്യേക ഗുണങ്ങളായിട്ട് തന്നെ പറയാം. ഇനി ഇവർക്ക് പ്രതികൂല നക്ഷത്രങ്ങളുണ്ട്. ഈ പ്രതികൂല നക്ഷത്രങ്ങൾ വരുന്ന ദിനങ്ങളിൽ
ശുഭകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. കൂടാതെ ഈ പ്രതികൂല നക്ഷത്രക്കാരുമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഇടപാടും മറ്റ് മംഗളകരമായിട്ടുള്ള ബന്ധങ്ങളും ഒന്നും നന്നല്ല. അവയിൽ നിന്നൊക്കെ വിട്ടുമാറി നിൽക്കണത് പിൽക്കാലത്ത് വളരെ ഗുണം ചെയ്യും. അത്തരത്തിൽ നോക്കുമ്പോൾ മകീര നക്ഷത്രത്തിൻ്റെ മിഥുനരാശി, തിരുവാതിര നക്ഷത്രം, പുണർദത്തിൻ്റെ മിഥുനരാശി എന്നിവയാണ് ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ. കൂടാതെ മൂവഞ്ചേരാം നാളുകളായിട്ടുള്ള മൂലം, ഉത്രാടം, അവിട്ടം എന്നീ നക്ഷത്രങ്ങൾ കൂടിയുണ്ട്. ഇത്രയും നക്ഷത്രങ്ങളാണ് പ്രതികൂല സ്ഥാനത്ത് നിർത്തേണ്ടുന്നത്. ഇനി ഇതല്ലാതെ അനുകൂലമായിട്ടുള്ള നക്ഷത്രങ്ങളുണ്ട്. പൂയം, അനിഴം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾ അനിഴം നക്ഷത്രക്കാർക്ക് ജന്മാനുജന്മ നക്ഷത്രങ്ങളാണ്. ആകയാൽ എന്താണ് ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള ഏതൊരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും മറ്റ് മംഗളകരമായിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഭാഗ്യം മാത്രമേ കൊണ്ടുവരുള്ളൂ. ആയതിനാൽ ഇവരുമായിട്ടുള്ള ബന്ധങ്ങളുമായി മുന്നോട്ട് പോയിക്കോളൂ. തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്ന് തന്നെ കരുതിക്കൊള്ളുക. ഇനി ഇത്രയുമൊക്കെ കഴിവുകളുള്ള പലതരത്തിലുള്ള നല്ല ഗുണങ്ങളും ഉള്ള ഈശ്വരാനുഗ്രഹമുള്ള നക്ഷത്രമായിട്ടും എന്തുകൊണ്ടാണ് അനിഴം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ജീവിതത്തിൽ പലതരത്തിലുള്ള കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്? നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന സമയത്ത് പോലും പലതരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടുമുള്ള വിവിധ തരത്തിലുള്ള തടസ്സങ്ങളും ക്ലേശങ്ങളുമൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും. അപ്പോൾ അതിനൊരു പരിഹാരവുമുണ്ട്, അതിനൊരു കാരണങ്ങളുമുണ്ട്. കാരണങ്ങൾ ഇതാണ്: നമ്മൾക്ക് ചില ദശാപഹാരങ്ങളൊക്കെ ഉണ്ട്. മനുഷ്യന്മാർക്ക് ഈ 27 നക്ഷത്രങ്ങൾക്കും ദശാപഹാരങ്ങളുണ്ട്. ആയത് യഥാസമയത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടുന്ന തരത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്താൽ ദശാപഹാരങ്ങൾ ഒരു പക്ഷേ പ്രതികൂലമാണെങ്കിൽ അവയെ നമുക്ക് അനുകൂലാക്കാൻ സാധിക്കും. ഇങ്ങനെ പ്രതികൂല സ്ഥാനത്തേക്ക് ദശാപഹാരങ്ങൾ നിൽക്കുമ്പോഴാണ് നമുക്ക് വിവിധ തരത്തിലുള്ള ദോഷങ്ങളും കാര്യങ്ങളൊന്നും വിചാരിച്ചതുപോലെ നടക്കാതെ വരിക, ആഗ്രഹ സാഫല്യങ്ങൾ ഇല്ലാതാകുകയൊക്കെ ചെയ്യണത്. ചില ചെറിയ ചെറിയ പരിഹാരങ്ങളിലൂടെയൊക്കെ ഇത് നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. ഒന്നും തന്നെ ഭയപ്പെടേണ്ട. ഈ പറയുന്നത് പോലെയുള്ള പരിഹാരങ്ങൾ ചെയ്യാൻ പറ്റുന്നവർക്ക് വളരെ നല്ലതാണ്. അത്തരത്തിൽ പറയുമ്പോൾ അനിഴം നക്ഷത്രക്കാർക്ക് കേതുവിൻ്റെയും സൂര്യൻ്റെയും ചൊവ്വയുടെയും ദശാപഹാരങ്ങളാണുള്ളത്. ഇതിൽ കേതുവാണ് നിങ്ങളുടെ ദശാപഹാരമെങ്കിൽ ഗണപതി ഭഗവാനെയാണ് പ്രാർത്ഥിക്കേണ്ടുന്നത്. ഗണപതി ക്ഷേത്രത്തിൽ പോവുക, ഗണപതി ഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. കൂടാതെ ഭഗവാന് കറുകമാല സമർപ്പിക്കുകയും ചെയ്താൽ കേതുദോഷ പരിഹാരമായി ഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിച്ച് ഭഗവാന്റെ മുന്നിൽ ഏത്തമിട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊള്ളുക. എന്നിട്ട് ഭഗവാന് കറുകമാല സമർപ്പിക്കുക. ഭഗവാൻ പിന്നീട് കേതുവിൻ്റെ കാര്യം നോക്കിക്കോളും. ഭഗവാൻ ആരാണ്? നമ്മളുടെ ജീവിതത്തിലുള്ള എല്ലാ തരത്തിലുള്ള വിഘ്നങ്ങളെയും അകറ്റുന്ന വിഘ്നേശ്വരനാണ്. ഇനി സൂര്യനാണ് നിങ്ങളുടെ ദശാപഹാരമെങ്കിൽ സൂര്യഭഗവാൻ ആ ഉജ്ജ്വല തേജസ് നമുക്ക് അനുകൂലമാകണം. ഇല്ലെങ്കിൽ എന്താണ്, ആ കൊടും ചൂടിൽ നമ്മൾ വെന്ത് വെണ്ണീറാകും. അങ്ങനെ ആകാൻ പാടില്ല. മറിച്ച് ഭഗവാന്റെ ഊർജ്ജസ്വലതയുള്ള വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം പകരണമെങ്കിൽ ഭഗവാൻ അനുകൂല സ്ഥാനത്തേക്ക് വരണം. ആയതിനാൽ എന്താണ് ചെയ്യേണ്ടുന്നത്? സൂര്യൻ്റെ അതായത് ആദിത്യ ദശാപഹാരമാണെങ്കിൽ അനിഴം നക്ഷത്രക്കാര് ശിവഭഗവാനെയാണ് പ്രാർത്ഥിക്കേണ്ടുന്നത്. ഭഗവാനെ മനസ്സുരുക്കി അങ്ങനെ പ്രാർത്ഥിക്കുക. വീടിനടുത്ത് ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും
ക്ഷേത്ര ദർശനം നടത്തണം. എന്നിട്ട് എന്താണ്? ജലധാര കൊടുക്കണം. ഭഗവാന് ജലധാരയ്ക്ക് കൊടുക്കുക. ഭഗവാൻ ജലധാരയിലൂടെ നിങ്ങൾക്ക് ക്ഷിപ്രപ്രസാദിയായി സർവവിധ അനുഗ്രഹങ്ങളും തരും. മാത്രമല്ല സൂര്യഭഗവാൻ നിങ്ങൾക്ക് അനുകൂലമാകും. യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട. അനിഴം നക്ഷത്രക്കാരിത് ചെയ്താൽ വളരെ നന്ന്. ചൊവ്വയുടെ ദശാപഹാരമാണെങ്കിൽ അനിഴം നക്ഷത്രക്കാര് സുബ്രഹ്മണ്യ ഭഗവാനെയാണ് പ്രാർത്ഥിക്കേണ്ടുന്നത്. വീടിനടുത്ത് സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാനെ മനസ്സുരുകി പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ ചൊവ്വാഴ്ച ദിനങ്ങളിൽ തന്നെ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തിക്കൊള്ളൂ. അവിടെ പോയി പ്രാർത്ഥിച്ച ശേഷം ഭഗവാന് പനിനീരഭിഷേകം കൂടി നടത്തിക്കൊള്ളൂ. വളരെയധികം നല്ലതാണ്. ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചൊവ്വ നിങ്ങൾക്ക് അനുകൂലമായിട്ട് കടാക്ഷിക്കുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ എന്താണ്? അച്ഛനെയും മക്കളെയും മനസ്സുരുകി അങ്ങോട്ട് വിളിക്കുക. പിതാവും പുത്രന്മാരുമാണല്ലോ ശിവഭഗവാനും വിഘ്നേശ്വരനും സുബ്രഹ്മണ്യ ഭഗവാനും. അനിഴം നക്ഷത്രക്കാരിവരെ മനസ്സുരുകി പ്രാർത്ഥിച്ചു കൊള്ളുക. ഇത് കൂടാതെ അനിഴം നക്ഷത്രത്തിന് ശനിയുടെ ഒരു അപഹാരം കൂടി കാണുന്നുണ്ട്. ഇത്തരത്തില് ശനിയുടെ അപഹാരം ഉണ്ടെങ്കിൽ അനിഴം നക്ഷത്രക്കാർ തീർച്ചയായിട്ടും ശനിയാഴ്ച ദിനങ്ങളിൽ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ പോയി മനസ്സുരുകി പ്രാർത്ഥിക്കുകയും ശാസ്താവിന് നീരാഞ്ജനം കഴിപ്പിക്കുകയും ചെയ്യുക. ആയതുവഴി നിങ്ങൾക്ക് ദോഷപരിഹാരങ്ങളായി മാത്രമല്ല പറ്റുമെങ്കിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനം, ഇത് വളരെയധികം പുണ്യമുള്ള കാര്യമാണ്. അനിഴം നക്ഷത്രക്കാര് ശനിയുടെ അപഹാര സമയമായിക്കൊള്ളട്ടെ അല്ലാത്ത സമയങ്ങളിലായിക്കൊള്ളട്ടെ വീടിനടുത്ത് ഭദ്രകാളി ക്ഷേത്രം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയി ദേവിയെ പ്രാർത്ഥിക്കുക. ദേവിക്ക് കടും പായസം കഴിപ്പിക്കുക. ഇത്രയും വളരെ നല്ല കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റണവർ തീർച്ചയായിട്ടും യാതൊരു തരത്തിലുള്ള സംശയവും തോന്നാതെ, നിങ്ങൾക്ക് അത്തരത്തിൽ ഒരു സംശയവും വേണ്ട, ചെയ്യുന്നത് കൊണ്ട് ഗുണങ്ങൾ മാത്രമേ ഉണ്ടാകുള്ളൂ. ദശാപഹാരങ്ങളൊക്കെയും അനുകൂലമായി മാറും. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റണവർ ചെയ്യുക. അനിഴം നക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദേവത എന്ന് പറയുന്നത് മിത്രനാണ്. നക്ഷത്ര ദേവതയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചാലും നമ്മളുടെ കൂടെ ഒരു നിഴല് പോലെ നമ്മളെ ഒരു സംരക്ഷണ കവചം തീർത്തുകൊണ്ട് നിൽക്കേണ്ടുന്നത് നമ്മുടെ നക്ഷത്ര ദേവന്മാരാണ്. അത്തരത്തിൽ പറയുമ്പോൾ ഏതൊക്കെ ദൈവങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിലും നക്ഷത്ര ദേവതയെ പൂജിക്കാതിരുന്നിട്ടോ പ്രാർത്ഥിക്കാതിരുന്നിട്ടോ കാര്യമുണ്ടോ? ഇല്ലേ ഇല്ല. അങ്ങനെ വരുമ്പോൾ അനിഴം നക്ഷത്രക്കാര് മിത്രനെ പ്രാർത്ഥിക്കണം. മിത്രനെ പ്രാർത്ഥിക്കേണ്ടുന്ന മൂലമന്ത്രമുണ്ട്. ഈ മന്ത്രം പറ്റുമ്പോഴൊക്കെയും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. കൂടാതെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുമ്പോഴോ ഒരു തടസ്സവും കൂടാതെ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ നക്ഷത്രദേവനെ പ്രാർത്ഥിക്കാം. അത്തരത്തിൽ അനിഴം നക്ഷത്രക്കാർക്കുള്ള മൂലമന്ത്രമാണ് ഓം മിത്രായേ നമഃ. ഇതാണ് നിങ്ങൾക്കുള്ള മൂലമന്ത്രം. സൗഹൃദത്തിൻ്റെയൊക്കെ ഭഗവാനാണ് മിത്രദേവൻ. തീർച്ചയായിട്ടും പറ്റുമ്പോഴൊക്കെ ഈ മന്ത്രം മനസ്സിൽ വളരെയധികം പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഉരുവിട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ വെച്ചടി മേൽഗതി ഉണ്ടാകും. നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും. വളരെയധികം വേഗത്തിൽ തടസ്സങ്ങൾ മാറണതും വിചാരിച്ചതുപോലെ ജീവിതം നല്ല നിലയിലേക്ക് ഉയരുന്നതുമൊക്കെ കാണാൻ സാധിക്കും. അത്തരത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്. മാത്രമല്ല മറ്റുള്ള അനിഴം നക്ഷത്രക്കാർക്ക് അത് വളരെയധികം പ്രചോദനകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. സങ്കടകരമായിട്ടുള്ള അവസ്ഥയിലൊക്കെ ഇത് കാണുമ്പോൾ അവർക്കും കൂടി പ്രാർത്ഥിക്കുവാനും ആ പ്രാർത്ഥനയിലൂടെ അവർക്കും നേട്ടങ്ങൾ ഉണ്ടായാൽ അത് വളരെ വലിയൊരു കാര്യമാണല്ലോ.
മാത്രമല്ല, നിങ്ങളുടെ നക്ഷത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏതുതരം സംശയങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. സംശയ നിവാരണം ചെയ്യുന്നതായിരിക്കും. അനിഴം നക്ഷത്രം എന്ന് പറയുന്നത് ദേവഗണത്തിലുള്ള നക്ഷത്രമാണ്. നക്ഷത്രത്തിൻ്റെ മൃഗം എന്ന് പറയുന്നത് മാനാണ്, പക്ഷി കാക്കയാണ്, വൃക്ഷം ഇലങ്ങിയാണ്. ഇനി അനിഴം നക്ഷത്രക്കാരോട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, ശ്രദ്ധിച്ചുകൊള്ളുക. നിങ്ങളൊരു ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് പുറപ്പെടുമ്പോഴോ വളരെ ശുഭകരമായിട്ടുള്ളൊരു ദിനത്തിലോ അല്ലെങ്കിൽ മംഗളകരമായിട്ടുള്ള ഏതൊരു കാര്യത്തിനും ഭാഗ്യനിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഒരുപടി മുന്നിൽ ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കും. നിങ്ങൾ വിചാരിച്ചതും വേഗത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ അനിഴം നക്ഷത്രക്കാരുടെ ഭാഗ്യനിറങ്ങളെന്ന് പറയണത് കറുപ്പ്, കടും നീല, ചുവപ്പ് എന്നീ നിറങ്ങളാണ്. ഈ 3 നിറങ്ങളിൽ ഏത് നിറത്തിലുള്ള വസ്ത്രം വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ശുഭകരമായിട്ടുള്ള ദിനങ്ങളിൽ ധരിക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഐശ്വര്യം മാത്രമേ കൊണ്ടുവരികയുള്ളൂ. അപ്പോൾ ഇത്രയുമൊക്കെയാണ് അനിഴം നക്ഷത്രക്കാരെ കുറിച്ച് പറയുവാനായിട്ടുള്ളത്. ഉടനെ തന്നെ തൃക്കേട്ട എന്ന നക്ഷത്രത്തിൻ്റെ സവിശേഷ ഗുണങ്ങളുമായി കണ്ടുമുട്ടാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.